ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്തു. ധന്യനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, വാസ്തവത്തിൽ ദൈവകോപത്തിനകത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ ചെയ്ത പാപം വച്ചിട്ടാണെങ്കിൽ, ജനിച്ചതിന് ശേഷം ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ വച്ചാണെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ നമ്മളില്ല. ആ സ്ഥാനത്ത് വചനം പറയുന്നു, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പം നമുക്ക് എവിടെയാണ് നീതീകരണം കിട്ടിയത്? യേശുവിൻ്റെ രക്തത്താലാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. അപ്പം നമ്മൾ ഒരു സമയത്ത് ശത്രുക്കളായിരുന്നു. എന്നാൽ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. അതാണ് അതിൻ്റെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഈ കർത്താവിനെ അറിയാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. എന്നാൽ ഇവിടെ പൗലോസ് റോമാ സഭയോട് പറയുന്നു, നമ്മൾ ചെയ്ത പാപം വെച്ച് കോപത്തിൻ്റെ അവകാശിയാകേണ്ടതിന് പകരം നമ്മെ ദൈവം നീതീകരിക്കുകയാണ്. ആ നീതിയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. എങ്ങനെ? ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ക്രൂശിക്കുകയാണ്. ആ ക്രൂശിലൂടെ നമുക്ക് നിരപ്പ് ലഭിച്ചു. നമുക്കെല്ലാവർക്കും നിരപ്പ് ലഭിച്ചു. എന്നാൽ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, വാസ്തവത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നമുക്ക് നിരപ്പ് ലഭിച്ചു. ആർക്ക്? വിശ്വസിച്ചവർക്ക്. ഇന്നും വിശ്വസിക്കുന്നവർക്ക് ക്രൂശിലൂടെ നിരപ്പുണ്ട്, ക്രൂശിലൂടെ രക്ഷയുണ്ട്. അത് നമുക്ക് സൗജന്യമായിട്ട് ദാനമായി കിട്ടിയതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ കർത്താവ് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി. ഇപ്പം ജീവനോടെ ഇരുന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് പറയുകയാണ്, വേണ്ട, വെട്ടരുത്, ഒരു ആണ്ടുകൂടെ നിൽക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. രക്ഷിക്കപ്പെട്ട് ഈ കർത്താവിൻ്റെ വഴിയെ വന്നിട്ട് വല്ലവിധനെയും, പൗലോസ് പറയുന്നു, വല്ലവിധനെയും എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച്. രക്ഷയ്ക്കകത്ത് നിൽക്കുന്ന അപ്പോസ്തലനാണ്. രക്ഷയ്ക്കകത്ത് നിൽക്കുന്ന 14 ലേഖനങ്ങൾ കൈമാറിയ ധന്യനായ പൗലോസ് പറയുകയാണ്, വല്ലവിധേനയും. അങ്ങനെയെങ്കിൽ പ്രിയരെ, രക്ഷയുടെ സന്തോഷം പ്രാപിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് വേണ്ടി പ്രിയരെ, ഇന്നും സ്വന്തം പുത്രൻ അടുത്തിരുന്ന് പിതാവിനോട് പറയുകയല്ലേ, വേണ്ട, ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ. പ്രിയരെ, രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോകാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ, നിരപ്പ് പ്രാപിച്ചു, പക്ഷേ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ അവസാനം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നതുവരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുകയാണ്. എങ്ങനെ? പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ യേശുക്രിസ്തുവിനെ നമ്മൾ പ്രശംസിക്കുകയാണ്. ഇന്നും നമ്മെ കൈവിടാത്ത ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് രക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ പക്ഷപാതം ചെയ്യുന്ന ആ നല്ല ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.